എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് പലരും ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഒക്കെ കാത്തിരിക്കുന്നവരാണ്. ചിലര് എത്ര പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല. ചിലര് ജോലിക്ക് വേണ്ടി കുറെ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. ഇനി ചിലർക്ക് ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല. ഇനി ചിലർക്ക് ജോലി കിട്ടിയെടുത്ത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള വിഷയങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കാമെന്നും ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നുമുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഇന്ന് ഞാൻ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത് നമ്മൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കാര്യം ആദ്യം നമ്മൾ അന്വേഷിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ എന്താ പറയുക, ആ ഒരു വചനത്തിന്റെ അടിത്തട്ടിൽ, അതായത് ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇത് നിങ്ങൾ ശോധന ചെയ്യുക തന്നെ വേണം. കാരണം നമ്മൾ ചുമ്മാ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മളുടെ ജീവിതത്തിൽ കറക്ഷൻസ് വരുത്തേണ്ടതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നാലേ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് എത്തത്തുള്ളൂ, നമ്മളുടെ പ്രാർത്ഥനകൾ എത്തത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ബാലപാഠങ്ങളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാതെ പോകുന്നതും. എന്നാൽ എന്തോ ഇന്ന് ഒന്നത് പറയണമെന്നുള്ളൊരു ഗൈഡൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനത് പറയുകയാണ്. നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ തയ്യാറാകണം. എങ്ങനെയാ? ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്തുവാനായിട്ട് തയ്യാറാകണം. പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ കിടക്കുന്ന, ഞാൻ പാപമെന്ന് വിചാരിക്കാതെ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ അതൊക്കെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത്, നമ്മൾക്ക് ജോലി ചെയ്താലേ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ? അത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ജോലി ചെയ്യണമെന്നും അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കണമെന്നുമുള്ളത് ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തൊട്ടേ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിനകത്തോട്ട് 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ 4-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അല്ലെ? ഹാബേലും കായീനും അവർ രണ്ടുപേരും എന്തായിരുന്നു? ജോലി ചെയ്തു അല്ലെ? ജോലി ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു അധ്വാന ഫലം സമർപ്പിക്കുവാനായിട്ട് ചെന്നു. അപ്പോൾ സമർപ്പിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഒരാളിലെ ദൈവം എന്താ പറയുക, ദൈവം എന്ത് ചെയ്തുള്ളൂ? പ്രസാദിച്ചുള്ളൂ. എന്താണ് അതുകൊണ്ട്? അതിന്റെ കാരണം എന്താണ്? ആ വ്യക്തി, അതായത് ഹാബേല് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ദൈവത്തിന് ഏറ്റവും നല്ലത്, സന്തോഷത്തോടെ ദൈവത്തിന് അവന്റെ ഒരു അധ്വാന ഫലത്തിൽ നിന്നും അവൻ എന്ത് ചെയ്തുള്ളൂ? അവൻ കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചുള്ളൂ അല്ലെ? കായനും സമർപ്പിച്ചു, പക്ഷെ അവൻ അത്ര വ്യക്തമായിട്ട് അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടല്ല സമർപ്പിച്ചത്. എന്ന് വെച്ചാൽ നല്ലതൊന്നും അല്ല പുള്ളി സമർപ്പിച്ചത്. നമ്മളൊക്കെ പലരും ഇന്ന് അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മയുടെ കാലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമായിരുന്നു അല്ലെ? ഇപ്പോൾ ആരും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കണം. എന്ന് വെച്ചാൽ ഈ കീറിയ നോട്ട് അല്ലെങ്കിൽ വഴി കിടന്ന് കിട്ടുന്ന പൈസ ഇതൊക്കെ നേരെ എങ്ങോട്ട് കൊണ്ടിടും? ഈ നേർച്ച ഭണ്ഡാരത്തിനകത്തോട്ട് കൊണ്ടിടും, അല്ലെങ്കിൽ പള്ളിക്കകത്തോട്ട് അങ്ങ് കൊണ്ടിടും. എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, എങ്ങോട്ട് പോയിക്കോട്ടെ, ദൈവത്തിന് ഇരിക്കട്ടെന്നേ. ഏത് കീറിയത്? മറ്റേ ബാങ്കുകളിൽ എടുക്കാത്തത്, ബസ് കണ്ടക്ടർ എടുക്കാത്തത്, അവരെടുക്കാത്തത്, ഇവരെടുക്കാത്തത്, അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് കിട്ടുന്ന എന്താ പറയുക 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ കോയിൻസ് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല സുന്ദരമായിട്ടങ്ങ് പള്ളിയുടെ നേർച്ച ഭണ്ഡാരത്തിനകത്തോട്ട് കൊണ്ടിടും അല്ലെ? അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച പാത്രത്തിനകത്തോട്ട് നമ്മളങ്ങ് കൊണ്ടിടും. ആരും അറിയത്തില്ല ആരാ ഇട്ടതെന്ന്, ഒറ്റ മനുഷ്യന് അറിയത്തില്ല. പക്ഷെ അറിയുന്ന ഒരാളുണ്ട്. ആരാ? ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാൻ പോകുന്നത്, ഇന്ന് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജോലി മേഖലയിൽ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും, ജോലി മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യണം? ആദ്യം എടുക്കേണ്ട തീരുമാനമാണ് നമ്മളെ കറക്റ്റ് ചെയ്യുക, പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുക. അതിനുശേഷം എടുക്കേണ്ട തീരുമാനം എന്താണ്? ദൈവമേ, അങ്ങനെ എനിക്ക് നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു പങ്ക് അത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, പഴയ നിയമത്തിൽ 10-1 എന്ന് പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ ഓഹരി എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. സന്തോഷത്തോടെ നമ്മൾക്ക് എത്രയാണോ കൊടുക്കുവാൻ തോന്നുന്നത്, എത്രയാണോ നമ്മൾക്കുള്ളത്, കൊടുക്കുവാൻ എത്രയാണോ നമ്മളുടെ കയ്യിലുള്ളത്, അത് ദൈവമേ ഞാൻ അങ്ങേക്ക് തരുമെന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക. ജോലി കിട്ടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുൻപ് ഈ ഒരു തീരുമാനം നമ്മൾ ആദ്യം തന്നെ ദൈവസന്നിധിയിൽ എടുക്കുക. എനിക്ക്
കിട്ടുന്നതിൽ നിന്ന് സന്തോഷത്തോടെ ഒരു അംശം, ഒരു പങ്ക് കർത്താവെ ഞാൻ നിന്റെ ആലയത്തിൽ ഇടുമെന്ന് നമ്മളൊരു തീരുമാനമെടുക്കുക. എന്നിട്ട് നമ്മൾ പോകുന്ന ആലയത്തിൽ അത് കറക്റ്റ് ആയിട്ട് ഇടുവാനും നമ്മൾ തയ്യാറാകുക. ഓക്കെ, ഇത് നമ്മൾ ആദ്യം തന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. നമ്മളുടെ തീരുമാനത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകും കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇന്നത് തരുമെന്ന് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു തീരുമാനം ആദ്യം തന്നെ ദൈവസന്നിധിയിൽ എടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പറോ ഒരു പേപ്പർ എടുത്താൽ മതി. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം എഴുതണം. ഞാൻ പറയാൻ പോകുന്ന വചനം നിങ്ങൾ അതിനകത്തൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ നിങ്ങൾ എഴുതണം, കർത്താവേ എനിക്കൊരു ജോലി, ഇന്ന ജോലി, നമ്മളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലി കർത്താവേ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ദൈവമേ ഇത് എനിക്ക് അങ്ങ് തരണമേ എന്ന് നമ്മൾ അവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പർ നിങ്ങൾ ബൈബിളിനകത്ത് നിങ്ങൾ വെക്കുക. ഞാൻ പറയാൻ പോകുന്ന വചനമുണ്ട്, ആ വചനത്തിന്റെ അകത്തോട്ട് നിങ്ങൾ അങ്ങ് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പേപ്പറിൽ കരം വെച്ചിട്ട്, എവിടെയായിരിക്കുന്ന പേപ്പർ? വചനത്തിനകത്ത്, ബൈബിളിനകത്തായിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ വചനത്തിന് അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, വചനം പറയും, ആ വചനം കൂടാതെ നിങ്ങൾ ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വചനം പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ്, കർത്താവ് ഈ ആവശ്യത്തെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇതെല്ലാ വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനനുയോജ്യമായ വചനം നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ അതിന്റെ താഴെ നമ്മളുടെ ആവശ്യം എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതി നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ ജോലി മേഖലയിലോട്ട് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ എന്താണ്? ഒരിക്കലും നമ്മൾ സ്വാർത്ഥരാകരുത്. എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം. ഇനി ബോസ് വരുമ്പോൾ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ വരുമ്പോൾ മാത്രം ജോലി ചെയ്യുന്നവരല്ല. മാനേജിംഗ് ഡയറക്ടർ വന്നാലും, പുള്ളി ലീവ് ആണെങ്കിലും, മാനേജർ ലീവ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആള് ലീവ് ആണെങ്കിലും, ആരാണെങ്കിലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ എന്ത് ചെയ്യും? ആത്മാർത്ഥതയോടെ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം നമ്മൾ അങ്ങ് എടുത്തോണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഏൽപ്പിച്ച ജോലി അത് ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും ആര് എന്താ പറയുക ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. ഒന്ന്. ഇനി അടുത്തതാണ്, നമ്മൾക്കറിയാം മലയാളികൾ എവിടെ ചെന്നാലും പാര വയ്ക്കാൻ മുൻപിലാണ്. നമ്മൾ ആ വകുപ്പിൽ പെടരുത്. നമ്മൾ കാരണം വേറൊരാളുടെ ജോലി നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. ഓക്കെ, നമ്മൾ വേറൊരാൾക്ക് പാര പണിയുന്നവരാകരുത്. രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. നമ്മൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തതും വേറൊരാളുടെ ജോലി നമ്മൾ മൂലം നഷ്ടപ്പെടുവാൻ ഇടവരരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം, വേറൊരാൾക്ക് പാര വെക്കുന്ന ആളാകരുത്. ഇനി അടുത്തത് എന്താണ്? നമ്മൾക്കറിയാം ചില ഓഫീസുകളിലൊക്കെ കൈക്കൂലിയൊക്കെ കിട്ടും, തട്ടിപ്പൊക്കെ കാണിക്കും. ഒരു കാരണവശാലും നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും തട്ടിപ്പിന് നമ്മൾ കൂട്ടു നിൽക്കരുത്. ഓക്കെ, തട്ടിപ്പിന് നമ്മൾ കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമല്ല, ആരെങ്കിലും തട്ടിപ്പ് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അതായത് അവരോടല്ല പ്രതികരിക്കേണ്ടത്, നമ്മൾ അത് നമ്മളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അറിയിക്കുന്നതിന്, മാനേജിംഗ് ഡയറക്ടറെ അറിയിക്കുന്നതിന് തെറ്റില്ല. അത് നമ്മൾ ചെയ്യണം. കാരണം അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് ഒരുത്തന്റെ കള്ളത്തരത്തിന് നമ്മൾ കൂട്ടു നിൽക്കുന്നത് പോലെ ആയിപ്പോകും. കള്ളത്തരം കാണിക്കുന്നവരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കേണ്ട, അത് നമ്മൾക്ക് അവിടെയൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം നിൽക്കണം. കാരണം എന്താണ്? അത് ചിലപ്പോൾ നമ്മൾക്ക് തിരിച്ച് പണിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടവരെ, അതിന്റെ മുകളിൽ ഇരിക്കുന്നവരെ അറിയിക്കേണ്ടവരെ നമ്മളത് അറിയിക്കുവാനും തയ്യാറാകണം. എന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കണം, നീതിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും കേട്ടോ. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെയാണ്. നീതിക്ക് വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കും. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾക്ക് നീതിക്ക് വേണ്ടി നിന്നിട്ട് ചില നഷ്ടങ്ങൾ വന്നാലും അതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അതിനകത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ജോലി നമ്മൾ സത്യസന്ധമായിട്ടല്ല എങ്കിൽ, ദൈവം തന്ന ജോലിയിൽ നമ്മൾ സത്യസന്ധരല്ല എങ്കിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തതൊന്ന് കിട്ടാൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. പിന്നെ ദൈവത്തിന് കരുണ തോന്നി തരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് തയ്യാറാകുക. എന്ന് വെച്ചാൽ സത്യസന്ധത അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആത്മാർത്ഥത അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീതിക്ക് വേണ്ടി നിൽക്കേണ്ടത് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ദൈവത്തിന് കൊടുക്കുവാനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുൻപേ തന്നെ തീരുമാനം എടുക്കണം. അപ്പോൾ നമ്മളുടെ തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടല്ല നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ജോലി കിട്ടുന്നതിന് മുൻപ് തീരുമാനം എടുക്കണം. കർത്താവ് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് നമ്മൾ ദൈവസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. എന്നിട്ട് അതിന്റെ
മേൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ടേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം, കർത്താവ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ എന്താ പറയുക, സങ്കീർത്തനം 128:2 ഞാൻ പറഞ്ഞ പേപ്പറിൽ എഴുതാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഒരു കൊച്ചു വചനമാണ്, ഇതങ്ങ് എഴുതിക്കോ. ഏത്? സങ്കീർത്തനം 128:2. സങ്കീർത്തനം 128:2. അതിന്റെ അകത്ത് ഇങ്ങനെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഓക്കെ, ഇനി അത് POC ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. രണ്ടും സെയിം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വചനം പേപ്പറിന്റെ മുകളിൽ, അല്ലെങ്കിൽ പേപ്പറിന്റെ മുകളിൽ തന്നെ, പേപ്പറിന്റെ മുകളിൽ നിങ്ങൾ എഴുതുക. ഈ വചനം എഴുതുക. അതിന്റെ താഴെ കർത്താവ് എനിക്ക് ഇത്ര ശമ്പളത്തിൽ ഇത്ര ജോലി, ഇത്ര ഉള്ള നല്ലൊരു ജോലി എനിക്ക്, നമ്മുടെ ആവശ്യം നമ്മൾക്ക് എഴുതാം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് നമ്മൾ എഴുതാം, കർത്താവ് എനിക്ക് ഇന്ന ജോലി, ഇന്ന ശമ്പളത്തിൽ അധികമുള്ളത് ദൈവമേ തരണമേ എന്ന് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് എവിടെ തന്നെ വെക്കണം? ഈ സങ്കീർത്തനം 128:2 ആ അധ്യായത്തിൽ തന്നെ അങ്ങ് ഈ പേപ്പർ അങ്ങ് വെക്കുക. എന്നിട്ട് ആ പേപ്പറിന്റെ അകത്ത് നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. കൈവെച്ച് ആ പേപ്പറിൽ കൈവെച്ച് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി അതിന്റെ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത് മറ്റൊരു വചനം കൂടെ ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നിയമാവർത്തനം അല്ലെങ്കിൽ ആവർത്തനം അല്ലെങ്കിൽ നിയമാവർത്തനം. ഇതിനകത്ത് 28:1 തൊട്ട് 13 വരെ അതെല്ലാ അനുഗ്രഹങ്ങളും, ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ട് നിന്റെ കൈകളുടെ അധ്വാന ഫലം എന്താണ്? നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ എന്താണ്? ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അല്ലെ. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ വചനം തുറന്ന് ആ വചനം വെച്ച് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത സമയം വെക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഓരോ വിഷയങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ഡിസിപ്ലിൻ ആയിട്ട് ഒരു ടൈം തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുൻപിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു കൃത്യസമയം ഇതിനു വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം രാത്രി 10 മണി തൊട്ട് 11 മണി വരെയോ, അല്ലെങ്കിൽ നമ്മളുടെ 8 മണി തൊട്ട് 9 മണി വരെയോ, അങ്ങനെ ഏതെങ്കിലും ഒരു സമയം വെച്ച് നന്നായിട്ട് നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അല്ല, ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇടങ്ങളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി അതുകൂടാതെ എന്താണ്, ചിലർക്ക് ഇത് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് പറഞ്ഞു. ഇനി ചിലരുണ്ട് ജോലി കിട്ടി, അതിനകത്ത് പ്രൊമോഷൻ വേണം. ഇത് സെയിം, ഇത് തന്നെ ചെയ്തു, ഇത് തന്നെ അങ്ങോട്ട് ചെയ്തു എന്ന് വെച്ചാൽ അത് നമ്മുടെ എന്താ പറയുക, ആവർത്തന പുസ്തകം അല്ലെങ്കിൽ നിയമാവർത്തനം അതിനകത്ത് 28:1 തൊട്ട് 13 വരെയുള്ള അതിനകത്ത് ലാസ്റ്റ് വരുന്നത് എന്താണ്? നിന്നെ ദൈവം നമ്മളെ മാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജോലിയിൽ എനിക്ക് ഉയർച്ച ഉണ്ടാകണം. അപ്പോൾ ഉയർച്ച വേണ്ടുന്നവർ എന്ത് ചെയ്യണം? ആ വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. ഓക്കെ, ഇനി അടുത്തത്, ചിലർക്ക് ജോലി മേഖലയിൽ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾക്കകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ജോലി മാറിപ്പോവാണോ ചെയ്യേണ്ടത്? പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു ജോലിക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അവിടെ എല്ലാം സ്മൂത്ത് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതങ്ങനെ ഏത് വിഷയം എടുത്താലും ദൈവം നമ്മൾക്ക് തന്നതിനെതിരെ അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പിശാച് ഭയങ്കരമായിട്ട് ആ ഒരു വിഷയത്തിന്മേൽ പോരുമായിട്ട് വരും. നമ്മൾ തോറ്റുപോകരുത്. തോറ്റുപോയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് പിന്നെ അതിനെ സമയമുണ്ടാകത്തുള്ളൂ. തോറ്റുപോകും, നമ്മൾ ജോലി വിട്ടിറങ്ങും. അടുത്ത സ്ഥലത്തും പ്രാർത്ഥിച്ചതുപോലെ കയറും, ജോലി വിട്ടിറങ്ങും. ഇതൊക്കെ ഞാനും പണ്ട് അനുഭവിച്ചതാ. അത് കഴിഞ്ഞ് ദൈവം എന്നെ പഠിപ്പിച്ചത് നമ്മൾ അവിടെ തന്നെ നിൽക്കണം. എങ്ങനെ? വിഷയങ്ങൾ വരും, ഒരുപാട് വിഷയങ്ങൾ വരും. ഞാനും ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ജോലിക്ക് കയറും, വിഷയങ്ങൾ വരും, അപ്പൊ അത് ഇട്ടിട്ടിറങ്ങും. പിന്നെ അടുത്തത് പ്രാർത്ഥിച്ചു കിട്ടും, അത് ഇട്ടിട്ടിറങ്ങും. വിഷയം വരുമ്പോൾ ഇറങ്ങും. ഇത് തന്നെയായിരുന്നു പരിപാടി. കാരണം ചുറ്റുമുള്ളവർ, നമ്മുടെ ഓഫീസിനകത്തുള്ളവരൊക്കെ എന്താണ്, നമ്മളോട് ഭയങ്കരമായിട്ട് പോരെടുക്കും. പിശാച് ഡയറക്റ്റ് വന്നല്ല എടുക്കുന്നത്, വ്യക്തികളിലൂടെയാണ് വരുന്നത്. നമ്മളോട് വന്നിട്ട് പോരെടുക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിട്ടുപോകരുത്. ദൈവം തന്ന ജോലിയാണെങ്കിൽ ഒരു കാരണവശാലും ദൈവം പറയാതെ നമ്മൾ ആ ജോലി വിടരുത്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന സമയം വരെ ഈ ജോലിയിൽ തുടരുവാൻ ദൈവം കൃപ ചെയ്യണം. ഇനി ഗവൺമെന്റ് ജോലിയാണോ? അതും നമ്മൾക്ക് ലൈഫ് ലോങ് ആണ് അല്ലെ. ലൈഫ് ലോങ് എന്ന് വെച്ചാൽ അതിന്റെ ടൈം ഉണ്ട്. ആ ടൈം വരെ കർത്താവെ, എനിക്ക് ജോലിയിൽ തുടരുവാനുള്ള അങ്ങയുടെ വലിയ കൃപ എനിക്ക് തരണം. അത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ എന്താണ്? നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും.
ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങളുണ്ട്. കുറച്ച് വചനത്തിന്റെ റെഫറൻസുകൾ ഞാൻ കൊടുക്കാം കേട്ടോ. കമന്റ് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഞാൻ കൊടുക്കാം. ഇതിപ്പോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാതെ അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇടുക ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാനൊക്കെ പോയാൽ പിന്നെ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എടുക്കുക, ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കുറച്ച് വചനങ്ങളുടെ റെഫറൻസുകൾ ഞാൻ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം തന്ന ജോലി നമ്മൾക്ക് നഷ്ടമാകരുത്, അത് നമ്മളായിട്ട് ഇട്ടിട്ട് പോരരുത്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ജോലിയാണെങ്കിൽ ഇതെനിക്ക് നഷ്ടമാകരുത്, എനിക്കെതിരെ നിൽക്കുന്നതിനെല്ലാം എൻ്റെ ദൈവം കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓഫീസിൽ ഭയങ്കര വിഷയമാണ്, എനിക്ക് ആ ജോലി ഒന്ന് വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടുപോകരുത്. ദൈവം തന്ന ജോലിയാണെങ്കിൽ വിട്ടുപോകരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ മേടിച്ച ജോലിയാണെങ്കിൽ നമ്മൾ വിട്ടുപോകരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ജോലിയാണെങ്കിൽ ഇത് ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ ആ ജോലി തുടരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങി പോകുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ അവിടെ നിൽക്കണം. നമ്മൾ നിൽക്കുവാൻ ഇച്ചിരി വില കൊടുക്കേണ്ടി വരുമായിരിക്കും, സാരമില്ല. പക്ഷേ അതിനപ്പുറം ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്കെതിരെ നിന്നവരെ ദൈവം ചിലപ്പോൾ ആ ഓഫീസിൽ നിന്ന് മാറ്റി അവർ നിങ്ങൾ ജോലി വിട്ടു പോകുവോ, റിസൈൻ ചെയ്തു പോകുവോ, വേറെ ജോലി സ്ഥലത്തോട്ട് പോകുവോ, എന്താന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, അവർക്ക് ദോഷം വരണ്ട, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമ്മൾക്ക് അറിയണ്ട, നമ്മൾക്ക് സ്മൂത്തായിട്ട് ജോലി ചെയ്യുവാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവം അവരെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പറിച്ചു കളയണേ, അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണേ, അങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കില്ല കേട്ടോ. അതൊക്കെ എതിർ പ്രാർത്ഥന, അതൊക്കെ അവിടെയൊക്കെ നമ്മൾക്ക് അനുഗ്രഹം തടസ്സമാകും. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. ദൈവമേ, അങ്ങ് കൈകാര്യം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ദൈവം എന്താന്ന് വെച്ചാൽ ദൈവം അതിനകത്ത് ദൈവത്തിന്റെ രീതിയിൽ ദൈവം കൈകാര്യം ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു? 3 വിഷയം പറഞ്ഞു. ഒന്നെന്താണ്? ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇനി രണ്ടാമത് എന്താണ്? ജോലിയിൽ പ്രൊമോഷൻ വേണ്ടുന്നവര്, അവരും അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇനി മൂന്നാമത് എന്താണ്? ദൈവം തന്ന ജോലി ഒരു കാരണവശാലും നമ്മളായിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകരുത്. ദൈവത്തിന്റെ സമയം വരെ തുടരുവാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ചോണം. ഇനി ദൈവം ചിലപ്പോൾ നമ്മളോട് ഇടപെടും, ആ ജോലി വിട്ടോ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ വിട്ടോ. അത് ദൈവം പറഞ്ഞിട്ടല്ലാതെ ദൈവം തന്ന ജോലി നമ്മൾ വിട്ടെറിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.